ഇത് പിടിച്ചോ, ഞാൻ ചായ മേടിച്ചോട്ടെ. ഹോസ്പിറ്റലാ? അച്ഛനെന്നാ പറ്റി? അച്ഛന് ഗ്യാസ് ആണെന്ന് തോന്നുന്നു. ഇഞ്ചി ചായ എടുക്കാം. ചായ കൂടി കഴിഞ്ഞല്ലോ കുടിച്ചു. ആ കൂട്ടുകാരൻ വന്നല്ലേ. നീ എന്താണ് മെസ്സേജ്? എന്റെ കൂട്ടുകെട്ട് കൊള്ളത്തില്ലെന്നോ? ഡേയ് വേണ്ടളിയാ, നാട്ടുകാർ മൊത്തം കേൾക്കും. നാട്ടുകാര് കേക്കട്ടളിയാ. ആയിക്കോട്ടെ. നിനക്കറിയാം ഇവരാരൊക്കെയാണ്? അവക്കറിയാലോ. എന്റെ ചങ്സ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിനക്ക് സൗകര്യമുണ്ട് നീ എന്നോട് വന്നാടി. അല്ല, നിനക്ക് വേണ്ടി എന്റെ കൂട്ടുകെട്ടൊന്നും കളയാൻ പറ്റത്തില്ല. എന്റെ വീട്ടുകാർ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. പിന്നെ നീ എന്റെ പ്രശ്നങ്ങളൊക്കെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ടല്ലോ. ഉത്തരവാദിത്വമില്ല, ലക്ഷ്യബോധമില്ല, സ്ഥലകാലം. ചേട്ടാ, എനിക്ക് സ്ഥലകാലബോധം ഇല്ലെന്ന്. എടി, നീ എന്നെങ്കിലും നിന്റെ പ്രശ്നം അനലൈസ് ചെയ്തിട്ടുണ്ടോ? എടി, മുടിയും വെട്ടി തന്തയുടെ ഷർട്ടും തന്തയുടെ വണ്ടി എടുത്ത് അങ്ങാരി കാണാതെ രാത്രി കറങ്ങാൻ ഇറങ്ങിയാൽ ആണവത്തിലടി. മതി പൂവാളിയാ, സമാധാനം. എനിക്ക് മുഴുവനും പറയണം. നിനക്കറിയാനുള്ള പ്രശ്നം എന്താണ്? ഇവളുടെ തന്തയ്ക്ക് ആമ്പിള്ളാര് ജനിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിനിപ്പോ എന്താ? എന്നിട്ട് ജനിച്ചതോ അങ്ങനെ അതിന്റെ വിഷമത്തിലായിരുന്നു കൊറേ കാലം. അതിനു വേണ്ടിയാണ് ഇവൾ ഈ കോലം കെട്ടിക്കൊണ്ട് നടക്കുന്നത്. ഇത് മാത്രമല്ല, ഇവക്ക് നല്ലൊരു ജോലി മേടിച്ചിട്ട് ആണുങ്ങള് പേരൻസിനെ നോക്കുന്ന പോലൊക്കെ നോക്കണമെന്ന്. എടി, ഇത് ആണാന്നേലും പെണ്ണാന്നേലും നോക്കോടി. ലുക്ക് മാത്രം ഒന്നും മാറ്റിയിട്ട് കാര്യമില്ലടി. അമ്മാവൻ പറ, എന്തൊക്കെ വണ്ടാത്തരകളാ മരപൊട്ടൻ. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എന്നേ മറന്നു കാണും. നീ അതും പൊക്കി പിടിച്ചോണ്ട് അച്ഛൻ്റെ ആൺകുട്ടിന്നും പറഞ്ഞിട്ട് അവള് നടക്കുക. അവള് നീ പറഞ്ഞ എല്ലാ മണ്ടത്തരത്തിനും ഞാൻ കൂട്ടു നിന്നിട്ടില്ലോടി. കെട്ടി കഴിഞ്ഞിട്ട് അതൊക്കെ നടത്തിക്കോളാൻ പറഞ്ഞിട്ടില്ലോടി. നീ എന്നെങ്കിലും എന്റെ ഇഷ്ടത്തിന് നടന്നോളാൻ പറഞ്ഞിട്ടുണ്ടോടി? നിനക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കണല്ലോടി. എന്റെ ഫ്രണ്ട്ഷിപ്പ് കളയണല്ലോടി. സൗകര്യമില്ലടി. നീ പോയാലേ പണി നോക്കടി. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്ത അങ്ങാർക്കിട്ട് വേണം 10 പറയാൻ. ഇല്ലയോ? ആരുടെ ഇത് മെഷി കുതിർന്നയാണോ? മിണ്ടുന്നില്ലല്ലോ. ഇല്ല, ചതിച്ചി. നിങ്ങളെ